ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഡ്രീം ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും. ചിലർ അതിൽ അഡിക്റ്റ് ആയിരിക്കും, മറ്റു ചിലർക്ക് അത് ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രമായിരിക്കും. നമ്മളൊരു വിഷയത്തിൽ അഡിക്റ്റ് ആവുക എന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റും. പക്ഷേ മറ്റു ചില അഡിക്ഷൻ, ഇപ്പം പ്രണയം, അതേപോലെ തന്നെ മറ്റ് ഡ്രഗ്സ്, ഇങ്ങനെയുള്ള അഡിക്ഷൻ നമ്മളിലേക്ക് എത്തും തോറും അത് കൂടുതൽ അപകടത്തിലേക്ക് ചെന്നെത്തിക്കാനും ഇടയാകാൻ സാധ്യതയുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ തെയ്യപ്രേമികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു തെയ്യ കലാകാരൻ്റെ ആത്മഹത്യ. ഇത്ര പ്രായത്തിൽ കവിഞ്ഞ അറിവും അതിൽ കൂടുതൽ പക്വതയുമുള്ളൊരു പയ്യൻ. പക്ഷേ ഒരു നിമിഷം ഇനി ജീവിക്കണ്ട എന്ന തീരുമാനമെടുക്കുന്നിടത്ത് എല്ലാം തീർന്നു. സ്റ്റോപ്പ്. പല കാവുകളിലും തെയ്യക്കോലങ്ങൾ കെട്ടി അവസാന ചെണ്ടമുഴക്കം മുഴങ്ങുമ്പോൾ നിർത്തുന്നത് പോലെ ആ ജീവിതവും അവിടെ തീർന്നു. നമ്മൾ മറ്റൊരു ന്യൂസ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. മലയാറ്റൂർ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം. കൂടെയുണ്ടായ പയ്യൻ മദ്യലഹരിയിൽ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. നമ്മൾ ഒരു നിമിഷം ഇനി അവൾ വേണ്ട, അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു നിമിഷം എനിക്കിനി ജീവിക്കണം, എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, എന്നെ വേണ്ടാത്തവരുടെ മുമ്പിൽ എനിക്കിനി തലയുയർത്തി നിൽക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതുപോലെ തന്നെയാണ് ഈ മയക്കുമരുന്നുകളിലും മറ്റും അഡിക്റ്റാവുന്നവരുടെ അവസ്ഥയും. ചില മണിക്കൂറത്തെ സുഖത്തിന് വേണ്ടി പതിയെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, പതിയെ അതിലേക്ക് തന്നെ വഴുതി വീഴുന്നു. അതിനപ്പുറം സുന്ദരമായ മറ്റൊരു ലോകമുണ്ടെന്നോ ആരും ചിന്തിക്കുന്നില്ല. ഞാനും ചില കാര്യങ്ങളിൽ അഡിക്റ്റാണ്. സ്റ്റാമ്പ് എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പോസ്റ്റേജ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം അവർക്കറിയാവുന്ന സ്റ്റാമ്പ് മറ്റു പലതും ആയിരിക്കും. ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശവും ഇതുതന്നെയായിരുന്നു. നമ്മൾ അഡിക്റ്റാകുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അഡിക്റ്റാകും തോറും നമുക്ക് മുന്നേറാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള, ഇനി കൂടുതൽ അറിവ് നേടാനുള്ള, അതിനപ്പുറം എന്തെന്ന് ചിന്തിക്കാനും പറ്റുന്നു. നമ്മുടെ ഈ ചെറിയൊരു മനുഷ്യായുസിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് അറിവുകൾ ഈ ലോകത്തുണ്ട്. നമുക്ക് പറ്റുന്നത് എത്രത്തോളമാണോ ഈ ചെറിയൊരു ലൈഫിൽ, ഈ ചെറിയൊരു ജീവിതത്തിൽ പറ്റുന്നിടത്തോളം പരിശ്രമിക്കുക. നമുക്കറിയാത്തത്, നമുക്കറിയുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ മെയിലായി, ഫോണായി, വാട്സപ്പ് സന്ദേശങ്ങളായി, ഒരു ഞൊടിയിടയിൽ ഒന്ന് സ്വിച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോൾ വരെ കിട്ടുന്ന കാലമാണ്. എന്നാൽ അതിനു മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോലും ഫോണോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്തും പോസ്റ്റേജ് വഴി, ലെറ്റർ വഴി കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റാമ്പ് കളക്ഷനും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് കൺട്രി ബേസ് ഏകദേശം 4,000 സ്റ്റാമ്പസ് കയ്യിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാമ്പ് മുതൽ ഇതൊക്കെ ഇന്ത്യയുടെ സ്റ്റാമ്പുകളാണ്. ഇന്നത്തെ തലമുറയ്ക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്, അതിനില്ലെങ്കിൽ ഒരു സാധനമാണ് പോസ്റ്റേജ് സ്റ്റാമ്പ്. ഇനി ഓരോ ദിവസവും ഓരോ കൺട്രിയുടെ സ്റ്റാമ്പും അതിൻ്റെ ഡീറ്റെയിൽസും അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.